ഹായ് ഫ്രണ്ട്സ്, ഒരു ഡിപ്രഷനുള്ള ആളെ ഒരു സൂസൈഡൽ ടെൻഡൻസിയിൽ എന്ന് തോന്നിപ്പിക്കുന്ന ആൾക്ക് പെട്ടെന്ന് എങ്ങനെ സന്തോഷം കൊടുക്കാം, പെട്ടെന്ന് അയാളുടെ മൂഡ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അൾട്ടിമേറ്റ്ലി എങ്ങനെ അയാളെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ആദ്യത്തെ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ നമുക്ക് കൈപിടിച്ച് ഉയർത്താം എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പം നമുക്ക് യൂഷ്വൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാൾ പെരുമാറുകയാണെങ്കിൽ നമുക്ക് ക്ലോസ് ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ അയാൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നറിയും. ആദ്യം തന്നെ പോയി നിനക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിയാം കേട്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള നമ്മുടെ സംസാരങ്ങൾ. അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പോലെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, നിനക്ക് മാത്രമല്ലല്ലോ പ്രശ്നങ്ങളുള്ളത്. അങ്ങനെയുള്ള വാക്കുകൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല അവരുടെ അടുത്ത്. കാരണം അവരുടെ പ്രശ്നങ്ങളാണ് അവർക്ക് വരുന്നത്. ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊന്നും അവരുടെ വിഷയമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കേണ്ട ആദ്യം അവരുടെ അടുത്ത് പോയി കുറച്ച് സ്നേഹത്തോടു കൂടി നമ്മൾ ചിരിച്ച് അവരുടെ എന്തെങ്കിലും പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്കൊന്ന് അവർ റിലാക്സ്ഡ് ആവും. അതിനുശേഷം നമ്മൾ മെല്ലെ ചോദിക്കുക, ആർ യു ഓക്കെ? ഇതൊരു മാജിക്കൽ വാക്കാണ്, നിങ്ങൾ ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് വലിയൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് അയാൾ എന്തെങ്കിലും അടുത്തിടെ ചെയ്ത നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് റീസെൻ്റ്ലി ചെയ്ത എന്തെങ്കിലും കാര്യം, നീ ഇങ്ങനെ ആയിരുന്നു, നിൻ്റെ ഇന്ന കാര്യം എനിക്ക് വളരെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്കൊരു ഹാപ്പിനെസ് കിട്ടും. അതിനുശേഷം വരും നമുക്കൊരു ചായ കുടിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് മെല്ലെ വിളിച്ചിട്ട് പോയി നമ്മൾ ഇങ്ങനെ ഒരു യൂഷ്വൽ ടോക്ക് സംസാരിക്കുമ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാം, നിൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ സമീപിക്കാം എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി മെജോറിറ്റി ഓഫ് ആൾക്കാരും അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് മെല്ലെ ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ ഒരിക്കലും അതൊരു പ്രിജുഡിസോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു മുൻധാരണയോട് കൂടിയിട്ട് നമ്മളത് കേൾക്കരുത്. വളരെ തുറന്ന മനസ്സോടുകൂടി നമ്മൾ കേൾക്കുക. അവർ പറയുന്ന കാര്യത്തിനെ ഒന്നുകൂടി നമ്മൾ എൻകറേജ് ചെയ്യുക. ആണല്ലേ, അങ്ങനെ ആണല്ലേ, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും അതിന് ഉത്തരം കൊടുക്കരുത്, നമ്മൾ ഒരിക്കലും അതിന് സൊല്യൂഷൻ കൊടുക്കരുത്. നമ്മൾ അവരോട് ചോദിക്കുക, എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കാര്യത്തിൽ നിന്ന് നിനക്ക് ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചോദിക്കുമ്പോൾ അവരെന്നെ അതിന് ഉത്തരം പറയും. അവരുടെ കയ്യിൽ തന്നെ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അവരാ ഉത്തരം പറയുമ്പോൾ നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇതേ ആവശ്യമുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇത് വളരെ പ്രൂവൺ സൈക്കോളജിക്കൽ മെത്തേഡാണ് ഫോർ ഹാപ്പിനെസ് ആൻഡ് പീസ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുന്ന കേസിലുള്ള മെത്തേഡ്സ് ആണ്. ഇനിയും ഇതിൽ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട്. നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സംശയമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ എന്ത് കാര്യത്തിനും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ, പ്രൊഫഷണൽ ഹെൽപ്പിലൂടെ നമുക്കതിൽ നിന്ന് വെളിയിലോട്ട് വരാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്.